ഇറാനെതിരെ അറബ് രാജ്യങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അറേബ്യൻ മീഡിയകളൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറയുന്നത്, നേർക്ക് നേരെ ഇറാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അതിജീവനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്, നടക്കാത്തൊരു കേസാണ്. മാത്രമല്ല ഈ അമേരിക്കൻ കോൺഗ്രസ് വരെ ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ ഇനി ഇറാനെ ആക്രമിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ട്രംപിന് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. വ്യക്തിപരമായ രീതിയിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് രാജ്യത്തിലെ സൈനികരെയും അതിൻ്റെ കപ്പൽ സംവിധാന കാര്യങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുക, യാതൊരു ഗുണവും അതിനാൽ ഇല്ല എന്നിരിക്കെ അത്തരം പ്രവർത്തനത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അമേരിക്കൻ കോൺഗ്രസിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന മറുപടി ഇപ്പോൾ യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധമില്ല. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പം അത് ട്രംപ് നീട്ടിയത് കൊണ്ട് അതങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കോൺഗ്രസ് സാധിക്കുന്നില്ല, യുദ്ധമില്ലല്ലോ, അങ്ങനത്തെ ഒരു വിഷയമാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഹോർമുസ് കടൽ പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം നടക്കുന്നു, അത് ശക്തമായിട്ട് ആക്രമിക്കുന്നു. ഇറാൻ്റെ ആക്രമണത്തിന് മുമ്പ് പ്രതിരോധം തീർക്കാൻ വേണ്ടി സാധിക്കാത്ത പ്രയാസ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അത് അന്താരാഷ്ട്ര തലത്തിലൊരു വാർത്താ പ്രാധാന്യമുള്ളൊരു വിഷയമല്ലാത്തത് കൊണ്ട് അത് ചർച്ച ചെയ്യുന്നുമില്ല. ഇപ്പോൾ മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പരീക്ഷിച്ച തരത്തിലുള്ള ഒരു തന്ത്രം അറേബ്യൻ രാജ്യങ്ങളെ വെച്ചുകൊണ്ട് അമേരിക്ക പരീക്ഷിക്കുകയാണ്. അന്നത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ഹിന്ദു മുസ്ലിം കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന നീക്കമാണ് ബ്രിട്ടീഷുകാർ നടത്തിയത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജാതീയപരമായിരിക്കുന്ന ഒരു കലാപത്തിൻ്റെ തുടർച്ച അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന് തുടർച്ച ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത് അവരുടെ കാലത്താണ്. മുഗൾ സാമ്രാജ്യങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഇത്തരം ഒരു കലാപ വിഷയങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. 400 വർഷത്തോളം അവർ ഇന്ത്യ ഭരിച്ചു. അതിലെവിടെയും ജാതീയപരമായ രീതിയിൽ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ ഏറ്റുമുട്ടുക എന്നുള്ള സംഭവം അങ്ങനെ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് ബ്രിട്ടൻ്റെ കാലഘട്ടം വന്ന സമയത്താണ് യോജിച്ചുകൊണ്ട് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റുമുട്ടുണ്ടാകുന്ന സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത പ്രയാസം നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ അവർ തന്ത്രം മാറ്റി പ്രയോഗിച്ചു. ജാതീയപരമായിരിക്കുന്ന ഏറ്റുമുട്ടൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ തമ്മിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളും, തങ്ങൾക്ക് നേരെ രണ്ടു കൂട്ടരും യോജിച്ചു വരില്ല. കാര്യം എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന, അതായത് ഒരേ പ്രദേശത്തുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ശത്രുക്കളായി കഴിഞ്ഞാൽ പിന്നീട് എല്ലാ സമയത്തും ഏറ്റുമുട്ടാമല്ലോ, മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊരു ടീമിന് വിജയം ഉണ്ടായാൽ നാളെ മറ്റൊരു ടീമിന് വിജയം ഉണ്ടാകുന്ന രീതിയിൽ മാറ്റിപ്പിടിച്ചുകൊണ്ട് ആക്രമിക്കാൻ പറ്റും എന്നുള്ള തരത്തിലേക്ക് ജാതീയപരമായിരിക്കുന്ന ഈ സ്പിരിറ്റ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ബ്രിട്ടനാണ്. ഇപ്പോൾ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ഇസ്രായേലിനും ആശങ്കയുണ്ട്, അമേരിക്കയ്ക്കും ആശങ്കയുണ്ട്. അമേരിക്ക ഇപ്പോൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന കാര്യം, ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ രണ്ടാം ഘട്ടത്തിൽ ഇറാനെ കൊണ്ട്. അപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ചെയ്യും. അങ്ങനെ ആ സമയത്തുള്ള പ്രശ്നം, ഇസ്രായേലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാവും. അത് പ്രതിരോധിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം അവരനുഭവിക്കും. 1948 ഇസ്രായേൽ രൂപീകരണത്തിന് ശേഷം ഇത്രയും മാരകമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ മുസ്ലിം രാജ്യത്തിൽ നിന്നുണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധമാണ് ഏറ്റവും ചരിത്രപരമായിരിക്കുന്ന വിജയമാക്കിയിട്ട് അവർ ആഘോഷിക്കുന്ന ആ യുദ്ധത്തിൽ പോലും വളരെ കൃത്യമായി, വളരെ ലളിതമായ രീതിയിൽ ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ രീതികൾക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇറാൻ്റെ ആക്രമണത്തിന് മുമ്പിൽ പതറിപ്പോകുന്നു. അമേരിക്ക ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ മറ്റുള്ള രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബാധ്യത കൂടി ഇസ്രായേലിന് വിട്ടുകൊടുക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവും, പിന്നെ അതിന് ചെറിയ രീതിയിലൊക്കെ സഹായം നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രോക്സി വിഭാഗം പോലെ ഇസ്രായേലിനെ ചലിപ്പിക്കുക എന്നതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു വിജയത്തിലെത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഏകദേശം 1000-ഓളം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു അറബ് രാജ്യവും ഇറാനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഇടപെട്ടിട്ടില്ല. പ്രതിരോധം ഉണ്ടാക്കി അവർ രാജ്യസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് അവർ ചെയ്തതെന്ന് ചുരുക്കം. അങ്ങനെ പോരാ, നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചടിക്കുക, അതിന് സഹായം ഞങ്ങൾ തരും. ഇതാണ് ഇപ്പോൾ അമേരിക്കയുടെ മുദ്രാവാക്യം. അത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക പറഞ്ഞത് എന്നും പറയപ്പെടുന്നുണ്ട്. ഏത് തരത്തിലുള്ള ആയുധങ്ങൾ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, $5000 കോടി അങ്ങനെ ഒരു നിശ്ചിതമാക്കപ്പെട്ട സംഖ്യക്കുള്ള ആയുധങ്ങൾ നിർബന്ധമായ രീതിയിൽ
ഈ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അതൊരു ഭീഷണി സ്വരത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇനി മാരകമായിരിക്കുന്ന ഒരു യുദ്ധം വരാൻ പോവുകയാണ്, നിങ്ങളുടെ കയ്യിൽ ആയുധം ഇല്ലെങ്കിൽ, പ്രതിരോധ സംവിധാനം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും. അങ്ങനെ വാങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നു. ഏത് രാജ്യമാണ്, എത്ര പണം കൊടുത്താൽ വാങ്ങിയതിനെക്കുറിച്ച് റിപ്പോർട്ടൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഈ അറേബ്യൻ രാജ്യങ്ങൾ തിരിച്ചടിക്കുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ പാറ്റേണും രീതിയും മാറും. മുൻപ് പറയപ്പെട്ട അമേരിക്ക തന്നെ എല്ലാ കാലത്തും പറയുന്ന ഒരു നിലപാടുണ്ട്, ഒരു ആശയമുണ്ട്. സമ്പത്തുള്ള രാജ്യവും സൈനിക ബലമുള്ള രാജ്യങ്ങളും ഒന്നിക്കാൻ പാടില്ല. അത് മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അഥവാ ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള ബലവും ശക്തിയുമുണ്ട്. ആരുമായിട്ട് യുദ്ധം ചെയ്യാനും അവരെല്ലാ സമയത്തും തയ്യാറാണ്. അതൊരു വിശ്വാസപരമായിരിക്കുന്ന ഒരു രീതിയാണ് എന്നതിനാൽ അത് മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മറ്റൊരു രാജ്യം പോലെയല്ല. മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂലിപ്പണി എടുക്കുന്ന തരത്തിലാണ് സൈന്യത്തിൽ വരുന്ന ശമ്പളം കിട്ടുക ജോലി ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സേവനത്തിൻ്റെ രീതി പോലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അമേരിക്ക വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സൈനികപരമായിരിക്കുന്ന ഏറ്റുമുട്ടൽ വലിയ ഗുണം ചെയ്യില്ല എന്നുള്ളത് ഇത്രയും കാലത്തിനിടയിൽ അമേരിക്കക്ക് അത് ബോധ്യമാവുകയും ചെയ്തു. ഇപ്പം റൂട്ട് മാറ്റിയിട്ട് എങ്ങനെ ചെയ്യുന്നു? ഇവരെ കൊണ്ട് ആയുധം വാങ്ങിക്കുന്നു, ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാവണമെങ്കിൽ അമേരിക്ക ഒരു ബോംബ് കൊണ്ടുപോയി ഇറാനിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇസ്രായേൽ ഇട്ടാൽ മതി. അപ്പോൾ തന്നെ യുദ്ധം തുടങ്ങി. അപ്പോൾ സിമ്പിളായ രീതിയിൽ ഇറാനെ കൊണ്ട് ആക്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും. ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞാൽ പിന്നെ അതുപോലെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ സമയത്ത് അറേബ്യൻ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് യുദ്ധം ഉണ്ടാവണം. അപ്പോൾ അവരെ ഉദ്ദേശ കാര്യങ്ങൾ കൃത്യമാണ്. അറേബ്യൻ രാജ്യങ്ങളിൽ സമ്പത്തുണ്ട്, ഇറാൻ്റെ കയ്യിൽ അധികാരമുണ്ട്, ആയുധമുണ്ട്. സൈനികപരമായിരിക്കുന്ന വലവും ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ. ഇവരുടെ കയ്യിലാണെങ്കിൽ സമ്പത്തുണ്ട്. ഇത് തമ്മിൽ ആട്ടുംകൊട്ടും ഏറ്റുമുട്ടുന്ന സമയത്ത് രണ്ടിലും നഷ്ടങ്ങളുണ്ടാവും. അമേരിക്ക കണക്കുകൂട്ടുന്ന കാര്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടാവും. അവരുടെ ഈ മിസൈൽ സംവിധാനത്തിൽ തകർച്ചയുണ്ടാവും. യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട് സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്ക കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആകാശ ചിത്രങ്ങളുമാണെങ്കിൽ അതെല്ലാം അമേരിക്ക ഇവർക്കും നൽകും. ഇവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും, അമേരിക്ക പിറകുന്ന് കളിക്കും. ഈ പ്രവൃത്തിയാണ് ഈ മേഖലയിൽ ഉദ്ദേശിക്കുന്നത്. അത് ഏറെക്കുറെ സാധ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം UAE സംബന്ധിച്ചിടത്തോളം UAE ഇപ്പോൾ ഇസ്രായേലിൻ്റെ സഹായം തേടി തങ്ങളുടെ രാജ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അത് ഇനി മുന്നോട്ട് അമേരിക്കയോട് പറയപ്പെട്ട കാര്യം അങ്ങനെ തന്നെയാണ്. ഏറെക്കുറെ അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ UAE ഇതിലെ പ്രധാന കക്ഷിയായിട്ട് വരും എന്ന് സംശയിക്കപ്പെടുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആക്രമിക്കാൻ പറ്റും UAE. ആർക്ക്? അമേരിക്കക്കും ഇസ്രായേലിനും. അതിനുള്ള പരവധാനം വിരിച്ചു കൊടുക്കേണ്ട രീതിയിലേക്ക് ഒരു പക്ഷേ മാറും. പക്ഷേ ആ കാര്യങ്ങളൊന്നും UAE സമ്മതിച്ചിട്ടില്ല. ഇറാൻ ആക്രമിക്കാൻ തങ്ങൾ ഭൂമി വിട്ടുകൊടുക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതിൽ UAEയുടെ പേരുമില്ല. ഖത്തറും സൗദി അറേബ്യ അത് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുത്തില്ല, ഒരു ആക്രമണത്തിലും തങ്ങൾ കൂട്ടുനിൽക്കില്ല, തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതിൽ UAEയുടെ പേരില്ല. ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സമയത്ത്, ആക്രമണം ഉണ്ടാകുന്ന സമയത്തുള്ള വിഷയം നമ്മൾ പറഞ്ഞു. സാമ്പത്തികപരമായിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾക്കുണ്ട്. പല കമ്പനിയിലും കൃത്യമായ രീതിയിൽ ശമ്പളം പോലും കിട്ടുന്നില്ല എന്നുള്ളത് പ്രവാസികൾ തന്നെ പലതരത്തിലും പറഞ്ഞതാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാരണം കിട്ടുകയാണെങ്കിൽ ശമ്പളം കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ഥിതി ചില കമ്പനികൾക്ക് ഉണ്ടാവും. അതിനുള്ളൊരു സുവർണാവസരം അവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃത്യതയോടുകൂടി മുൻപത്തെ പോലെ കയറ്റുമതി ഇറക്കുമതി നടക്കുന്നില്ല. ആഭ്യന്തരപരമായിരിക്കുന്ന സാമ്പത്തിക പ്രശ്നം അവർ വല്ലാത്ത രീതിയിൽ നേരിടുന്നുണ്ട്. അതിനിടയിൽ വീണ്ടും യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും സാമ്പത്തിക തകർച്ച ഉണ്ടാവും. ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനിക തകർച്ച ഉണ്ടാവും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ രംഗം കണ്ടിരുന്നാൽ മതി. ആ തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ UAE ഇങ്ങനെ വന്നു. UAEക്ക് പിന്തുണ നൽകി വേറെ രാജ്യം വന്നാൽ, അങ്ങനെ 2-3 രാജ്യങ്ങളോ 3-4 രാജ്യങ്ങളോ വന്നാൽ 6 രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായ രീതിയിൽ അറേബ്യൻ മേഖലയിൽ സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യങ്ങളുള്ളത്. അങ്ങനെ 3-4 രാജ്യങ്ങൾ വന്നാൽ ഇവരുടെ ഉദ്ദേശ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി പിന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങും. അത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ തന്ത്രപരമായിരിക്കുന്ന നീക്കം വിജയിക്കുമോ ഇല്ലേ എന്നറിയാൻ പറ്റും. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേണായ രീതിയിൽ ഇറാൻ ആക്രമിക്കുകയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ അവർ മാറ്റം വരുത്തിയില്ല.
മുൻപ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, അബ്രഹാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലാതെ അബ്രഹാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച പോലും ചെയ്യില്ല. നിങ്ങൾ പലസ്തീൻ സ്വാതന്ത്ര്യം കൊടുക്കും, നമ്മൾ സംസാരിക്കാം. വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി അതിലെന്തെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ടും നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടും നമുക്ക് ഈ അബ്രഹാം അക്കൗണ്ട് എന്ത് ചെയ്യാം, പുനരിലെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ജോ ബൈഡൻ ഉള്ള സമയത്തും ട്രംപ് ഉള്ള സമയത്തും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ ഉണ്ട്, ഇതിന് മുമ്പ് ജോ ബൈഡൻ ഉള്ള സമയത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സൗദി അറേബ്യ അംഗീകരിച്ചിട്ടില്ല. ആ നിലപാടിലാണ് സൗദി അറേബ്യ പോകുന്നത്. അപ്പോൾ അവരുടെ നിലപാട് മാറ്റം വരുത്താൻ സാധ്യത കുറവാണ്. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ UAEയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുമോ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം.